നമസ്കാരം. നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയ നടൻ മോഹൻലാലും മലയാളത്തിന് ഒട്ടും പ്രിയങ്കരനല്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അഭിമുഖം ഇരുവർ സംപ്രേഷണം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് മോഹൻലാലിനെ കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 ആണ്ട് വരെയുള്ള മോഹൻലാലിൻ്റെ ഒരു ആരാധകനാണ് ഞാൻ. അന്ധമായി അദ്ദേഹത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിനുശേഷമുള്ള മോഹൻലാലിനെ ഞാൻ കാണുന്നത് ഞാൻ കൊടുക്കുന്ന പണത്തിന് എന്നെ വിനോദിപ്പിക്കുവാൻ പലപ്പോഴും വിജയിക്കുന്ന, മിക്കപ്പോഴും പരാജയപ്പെടുന്ന ഒരു നർത്തകനോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈനർ, പൈസ ഫേക്ക് തമാശ ദേക്ക് എന്ന് പറയും. അതായത് കാശെറിഞ്ഞ് വിനോദം കാണുക, അത്തരത്തിൽ വിനോദിപ്പിക്കുവാനുള്ള ഒരു വിദൂഷകൻ മാത്രമായിട്ടാണ് മോഹൻലാലിനെ ഞാൻ കാണുന്നത്. എപ്പോഴും ഒരു കാര്യം ഞാൻ പറയട്ടെ, 2000-ന് മുമ്പിലുള്ള മോഹൻലാലിനോടുള്ള അന്ധമായ ആരാധന എന്നിൽ ഇപ്പോഴുമുണ്ട്. അതായത് മോഹൻലാലിൻ്റെ താഴ്വാരമോ ഉയരങ്ങളിലോ ഒക്കെ ഏതെങ്കിലും ഒരു സ്ക്രീനിൽ ഞാൻ നടന്നു പോകുമ്പോഴോ കടന്നു പോകുമ്പോഴോ ഒക്കെ ഇപ്പോഴും ഓടുന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ അത് കഴിയുന്നത്ര ഭാഗങ്ങൾ അത് കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ മുഴുവൻ തന്നെ കണ്ടിട്ട് എഴുന്നേറ്റ് പോകുവാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് മോഹൻലാലിനെ കുറിച്ചുള്ളൊരു ആമുഖം. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയം ആ അഭിമുഖത്തിൻ്റെ പദാനുപത വിശകലനമോ ഒന്നുമല്ല ഉദ്ദേശം. 3 കാര്യങ്ങൾ അതിൽ പറഞ്ഞിരുന്നു. അതായത് പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയെ വെള്ളപൂശിയെടുക്കുവാൻ വേണ്ടിയിട്ട് മാത്രമായി ഒരുക്കപ്പെട്ട ഒരു സജ്ജീകരണമാണല്ലോ ഈ ഇരുവർ എന്നുള്ള അഭിമുഖം. അതിനാർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ ഈ ലോകത്തൊന്നുമല്ല, പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിലല്ല ജീവിക്കുന്നതെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. അപ്പോൾ അത് ബോധ്യമുള്ളവരോടൊരു കാര്യം പറയാം. അതിലെ 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിലാദ്യത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആത്മീയതയെക്കുറിച്ചാണ്. കാരണം ഒരു സന്യാസിക്ക് തുല്യമായ ഒരു മനോഭാവമാണ് പിണറായി വിജയൻ വെച്ച് പുലർത്തുന്നത് എന്ന തരത്തിലൊരു പ്രതിച്ഛായ അദ്ദേഹം ആ ഇരുവർ എന്നുള്ള അഭിമുഖത്തിലൂടെ മോഹൻലാലിനോട് പറയുന്നതിലൂടെ പ്രേക്ഷകർക്ക് ഉള്ളിലേക്ക് എത്തിക്കുവാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഈ സന്യാസി തുല്യമായിട്ടുള്ള ഒരു മനസ്ഥിതി ഒന്ന് പരിശോധിക്കുമ്പോൾ തമാശയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പരിഹസിക്കാനോ അല്ല പറയുന്നത്. തൊട്ടടുത്ത നിമിഷത്തിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഏതോ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്, ബലഹീനത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളാണ്. സന്യാസിക്ക് ബലഹീനത ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. സന്യാസിയുടെ ബലഹീനത പക്ഷേ ഒരിക്കലും ബന്ധങ്ങളായിരിക്കില്ല, അതിലും പ്രത്യേകിച്ച് രക്തബന്ധങ്ങളായിരിക്കില്ല. രക്തബന്ധങ്ങൾ ബലഹീനതയായിട്ടുള്ളൊരു വ്യക്തിക്ക് ഒരിക്കലും സന്യാസിയാകുവാൻ സാധിക്കില്ല. അവർക്കൊരിക്കലും യോഗിയാവാൻ സാധിക്കില്ല. അവർക്ക് ഭോഗിയേ ആവാൻ സാധിക്കുകയുള്ളൂ. ഭോഗി എന്നുള്ള വാക്ക് തെറ്റിദ്ധാരണാജനകമാണ് എന്നെനിക്കറിയാം, പക്ഷേ ആ അർത്ഥത്തിൽ എടുക്കണ്ട. ഭോഗി എന്നുള്ളത് ലൗകിക സുഖങ്ങൾ ആസ്വദിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അങ്ങനെ എടുത്താൽ മതിയത്. അപ്പോൾ ഭോഗിയാവുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു ഭോഗി, അതും ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഭോഗിയായ ഒരു മനുഷ്യൻ ഞാൻ സന്യാസിയാണ് എന്ന് പറയുന്നത് ഒരു വലിയ കള്ളത്തരമാണ്. ആ കള്ളത്തരം ഒരു ഭരണാധികാരിക്ക് ഭൂഷണമല്ല, പ്രത്യേകിച്ച് ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കൊട്ടും ഭൂഷണമല്ല. അത്തരത്തിലുള്ളൊരു കള്ളം ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുവാൻ, കാരണം ശ്രീ പിണറായി വിജയൻ്റെ മുഖം കണ്ടാൽ ജനം ചാനൽ മാറ്റുമെന്നുള്ളത് കൊണ്ട് ഒരു തരത്തിലും, ഒരു പരസ്യത്തിൽ അദ്ദേഹം അഭിനയിച്ചാൽ പോലും പരസ്യം കണ്ടാൽ ചാനൽ മാറ്റുന്നവർ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു പരസ്യം കണ്ടാൽ ചാനൽ മാറ്റില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, 2000-ന് മുമ്പ് എനിക്കുണ്ടായിരുന്ന ഇഷ്ടമെന്ന് പറയുന്നത് 3.5 കോടി മലയാളികൾക്കും ഉണ്ടായിരുന്നൊരു ഇഷ്ടമാണ്. ആ ഇഷ്ടം ഇന്നും ഒരു തട്ടും തടവും കൂടാതെ തുടരുന്ന നിരവധി ആൾക്കാരുണ്ട്. ഭൂരിപക്ഷം ജനങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം മോഹൻലാലിൻ്റെ ആരാധക വൃന്ദമെന്ന് പറയുന്നത് മുഴുവൻ മലയാളികളും തന്നെയാണ്. ഞാൻ തമാശയ്ക്ക് പറയുമായിരുന്നു, 3.5 കോടി ജനങ്ങളിൽ മമ്മൂട്ടി പോലും മോഹൻലാലിൻ്റെ ആരാധകരായിരുന്നു ഒരു കാലം വരെ എന്നുള്ളത്. തമാശയാണെങ്കിലും അതൊരു അർദ്ധസത്യമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ പിടിച്ചിരുത്തി തൻ്റെ മുഖം കണ്ടാൽ ചാനൽ മാറ്റുന്നവരെ ചാനൽ മാറ്റാതിരിക്കുവാൻ നിർബന്ധിതരാക്കി ഇത്തരത്തിലുള്ള ഒരു നുണ അവരുടെ ഉള്ളിലേക്ക് ഇറക്കി വിടുവാൻ ശ്രമിക്കുന്നത് പിണറായി വിജയൻ്റെ PR വർക്കാണോ അതോ പാഴായ വർക്കാണോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. കേരളത്തിലെ ജനങ്ങളുടെ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ലെന്നോ പ്രബുദ്ധരാണെന്നോ, കേരളത്തിലെ ജനങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഉയർന്ന സ്ഥാനത്ത് കയറിയിരുന്ന് നിങ്ങൾ ജനങ്ങൾ എന്ന് പറയുന്നു എന്ന് കരുതരുത്. എന്നെ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉൾപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾ അത്ര പ്രബുദ്ധരൊന്നുമല്ല. സാമാന്യം തെറ്റില്ലാത്ത രീതിയിൽ മണ്ടന്മാരുമാണ്, ഒരു നിഷ്കുകളുമാണ്. നിഷ്കുണന്മാരെന്ന് അല്ലെങ്കിൽ നിഷ്കുകളെന്ന് ഒക്കെ തിരുവനന്തപുരം ഭാഗത്തേക്ക് പറയും. അതായത് വലിയ പ്രയോജനമൊന്നുമില്ലാത്ത ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത രീതിയിൽ പല തീരുമാനങ്ങളും എടുക്കുന്ന ഒരു
ജനതയാണ് നാം എന്നുള്ളതാണ് വസ്തുത. കാരണം ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഭാരതം ഒന്നാകെ കോൺഗ്രസിനെ തൂത്തുവാരി എടുത്ത് പുറത്തു കളഞ്ഞപ്പോൾ ഏതാണ്ട് 110 സീറ്റുകൾ നൽകിയാണ് കോൺഗ്രസ് മുന്നണിയെ കേരളം വിജയിപ്പിച്ച് അധികാരത്തിലെത്തിച്ചത്. പ്രബുദ്ധ ജനതയാണ്, നമ്മുടെ പിൻഗാമികളായിരുന്നു. പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷങ്ങളായി അധികാരത്തിലിരിക്കുന്നു. പ്രബുദ്ധ ജനതയാണ്. പിണറായി വിജയൻ്റെ മഹനീയമായിട്ടുള്ള പ്രവൃത്തികൾ കണ്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യത്തിൽ കണ്ണ് മഞ്ഞളിച്ച് പോയത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അദ്ദേഹത്തെ അധികാരത്തിൽ കയറ്റിയത് എന്നുള്ളത് ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അവരോട് കൂടുതലൊന്നും പറയാനില്ല. അവർ PR വർക്കിൻ്റെ ഇരകളാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒപ്പം ശക്തമായൊരു പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ ഒരു എതിരാളിയോ ഇല്ലാതെ പോയതിൻ്റെ ഗുണം പിണറായി വിജയൻ ഉണ്ടായതിൻ്റെ ഫലവും കൂടിയാണിത്. അതിനും പ്രബുദ്ധ ജനത തന്നെയാണ് ഉത്തരവാദിയെന്നേ ഞാൻ പറയുള്ളൂ, ഞാനും നിങ്ങളും. അതുകൊണ്ട് നിങ്ങളെ മാത്രമായി കുറ്റപ്പെടുത്തിയതാണെന്ന് കരുതണ്ട. ഞാനും ഇത്തരത്തിലുള്ള ഒരു മണ്ടൻ തന്നെയാണ് നിങ്ങളോടൊപ്പം. അപ്പോൾ പറയുമായിരിക്കും, നീ മാത്രമാണ് മണ്ടൻ, ഞങ്ങൾ പ്രബുദ്ധരാണെന്ന്. അതാണ് ഒരു മണ്ടൻ്റെ ഏറ്റവും വലിയ ലക്ഷണം എന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും വേഗം തിരിച്ചറിയുന്നോ അത്രയും നല്ലത്. ഇത്രയും ഒരു ഐ ഡൈഗ്രസ് എന്ന് പറയും, ഒരു റാൻഡായിട്ട് കൂട്ടിയാൽ മതി, ഒരു പരിദേവനമായി കൂട്ടിയാൽ മതി. ഒരു 10 വർഷങ്ങളായി ഇദ്ദേഹത്തിൻ്റെ ഭരണം സഹിക്കുന്ന ഒരു പ്രജയുടെ. ഇനി രണ്ടാമത്തെ വസ്തുതയിലേക്ക് വരാം. സന്യാസത്തിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിനുണ്ടായൊരു പശ്ചാത്താപത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായൊരു മദ്യപനെ ആ അവസ്ഥയിൽ അദ്ദേഹം അവഗണിക്കുകയും ആ മദ്യപാനം എന്നുള്ള ദുശീലത്തിൽ നിന്ന് ആ സുഹൃത്തിനെ കരകയറ്റുവാൻ അദ്ദേഹം ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ സുഹൃത്തിന് എന്തോ സംഭവിച്ചു പോയി. അത് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ അതിലാണ് അദ്ദേഹത്തിന് പശ്ചാത്താപം ഇത് അല്ലെങ്കിൽ ഇപ്പോഴും പശ്ചാത്താപമുള്ളത് എന്ന് അദ്ദേഹം ശ്രീ മോഹൻലാലിനോട് പറയുന്നുണ്ട്. പിണറായി വിജയൻ ശ്രീ മോഹൻലാലിനോട് പറയുന്നുണ്ട്. വളരെ രസകരമായി തോന്നി എനിക്ക്. അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപത്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തുകയല്ല ചെയ്യുന്നത്. കാരണം ഇതും ഒരു വലിയ കള്ളമാണെന്നുള്ളത് മനസ്സിലാക്കാൻ മലയാളിക്ക് ബുദ്ധിയില്ല എന്ന് അദ്ദേഹം ധരിക്കുന്നുണ്ട്. അങ്ങനെയാണോ എന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കണം. കാരണം ഇത്തരത്തിൽ പശ്ചാത്താപമുള്ള എൻ്റെ സുഹൃത്തായ ഒരു മദ്യപൻ ആ സുഹൃത്തിനെ ആ മദ്യപാന ശീലത്തിൽ നിന്ന് കരകയറ്റുവാൻ ഞാനൊന്നും ചെയ്തില്ല. അക്കാര്യത്തിൽ എനിക്കൊരു പശ്ചാത്താപമുണ്ടെന്ന് കരുതുക. ഞാൻ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുകയാണ്. അത്തരത്തിലുള്ള ഈ പശ്ചാത്താപവുമായി നടക്കുന്ന എൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നിലവിലുള്ള ബിവറേജസ് കോർപ്പറേഷനുകൾ ഞാൻ പൂട്ടിയില്ല എന്നുള്ളതിരിക്കട്ടെ. ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതിൽ മദ്യത്തിൻ്റെ നാമങ്ങൾ നിർദ്ദേശിക്കാൻ ജനങ്ങളോട് ആവശ്യപ്പെടുകയും അതിന് ജനങ്ങൾക്ക് സമ്മാനം നൽകുകയും ചെയ്യുന്നൊരവസ്ഥ. ബാറുകളുടെ എണ്ണം നിയന്ത്രണാതീതമായി വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഭരണം, അതായത് ഖജനാവ് നിറയ്ക്കാനാണെന്നൊക്കെ അതിനൊരു ന്യായം പറയാം. പക്ഷേ ഈ ഒരു പശ്ചാത്താപം ഉള്ളിൽ കൊണ്ട് നടക്കുന്നു എന്ന് മറ്റുള്ളവരോട് പറയുന്ന ഞാനാണ് ഭരിക്കുന്നതെന്ന് ആലോചിക്കണം. ഇനിയൊന്ന് പിണറായി വിജയൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക്, ഇത്തരം ഞാനെന്ന സാങ്കല്പിക മുഖ്യമന്ത്രിയിൽ നിന്ന് പിണറായി വിജയൻ എന്ന യഥാർത്ഥ മുഖ്യമന്ത്രിയിലേക്ക് വരൂ. അദ്ദേഹം തന്നെ നമ്മളോട് പറയുന്നത് മദ്യപനായ സുഹൃത്തിനെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അവഗണിച്ചതിലുള്ള പശ്ചാത്താപം അദ്ദേഹത്തിൽ ഇന്നും ഉണ്ട് എന്നാണ്. അപ്പോൾ അത്തരത്തിൽ പശ്ചാത്താപം പേറി നടക്കുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയുടെ പ്രവർത്തികളാണോ മദ്യശാലകൾ തുറക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മദ്യത്തിന് കേരള സമൂഹത്തിൻ്റെ ഇടയിലുള്ള സ്വാധീനം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? അല്ല എന്നുള്ളതാണ് വസ്തുത. ആ വസ്തുത നിലനിൽക്കെ തന്നെ അതും കള്ളമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതും മനസ്സിലാക്കില്ല മലയാളികൾ എന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് യാതൊരു സങ്കോചവും കൂടാതെ ഇത്തരത്തിലൊരു നുണ അദ്ദേഹം പറഞ്ഞത്. മോഹൻലാലിന് പക്ഷേ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം നല്ലൊരു നടനായത് കാരണം വാങ്ങിയ പ്രതിഫലത്തിന് കൃത്യമായ അഭിനയം അദ്ദേഹം ക്യാമറയ്ക്ക് മുമ്പിൽ നടത്തി. കാരണം ചിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരാശരി മലയാളിക്ക് മുകളിൽ ചിന്തിക്കുന്ന ബുദ്ധിശക്തിയുള്ളൊരു മലയാളി കമഴ്ന്ന് കിടന്ന് ചിരിക്കേണ്ടതാണ്. ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് നിലത്ത് കിടന്ന് ഉരുണ്ട് ചിരിക്കേണ്ടതാണ്. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല എന്നുള്ളതാണ് മോഹൻലാലിനെ മികച്ച അഭിനേതാവാക്കുന്ന ഘടകങ്ങളിലൊന്ന്. ഇനി മൂന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന് പിണറായി വിജയന് ആരോടും പകയില്ല, വിദ്വേഷമില്ല, എതിരാളികളോടൊന്നും പകയില്ല, വിദ്വേഷമില്ല എന്ന് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. പകയും വിദ്വേഷമൊന്നുമില്ല അദ്ദേഹത്തിന് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ TP ചന്ദ്രശേഖരൻ വരെയുള്ള വ്യക്തികൾ. അവരെല്ലാം എങ്ങനെയൊക്കെയോ മരിച്ചു. അവരെല്ലാം അദ്ദേഹം
കഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞിട്ടാണല്ലോ അവരെയൊക്കെ പിന്നീടും അഭിസംബോധന ചെയ്തത്. കാരണം ഈ കുലംകുത്തി എന്നൊക്കെ വിളിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ജയരാജൻ പറഞ്ഞതുപോലെ ശുംഭൻ എന്ന് വിളിക്കുന്നത് പ്രകാശം പരത്തുന്നവനെന്ന് അർത്ഥത്തിലാണ് എന്ന് കോടതിയിൽ പോയി പറഞ്ഞതുപോലെ കുലംകുത്തി എന്നുള്ളത് ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വത്തിന് അല്ലെങ്കിൽ മരണത്തിന്, കൊലപാതകത്തിന്, അദ്ദേഹത്തിൻ്റെ കൊല്ലപ്പെട്ട ശരീരത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ആദരപൂർണമായ വാക്കുകളിൽ ഒന്നായിരിക്കണം കണ്ണൂർ ഭാഗത്ത്, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ധർമ്മടം ഭാഗത്തെങ്കിലും അത്തരത്തിലായിരിക്കണം കുലംകുത്തി എന്നുള്ള വാക്ക് അവിടെയുള്ളവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം കുലംകുത്തി എന്ന് ടി പി ചന്ദ്രശേഖരനെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. പിന്നെ ജീവിച്ചിരിക്കുന്ന പ്രേമചന്ദ്രനെ അദ്ദേഹം വിളിച്ച ഒരു പദം ഏതാണ്ട് അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ തിരിച്ച് ട്രോളന്മാർ ഒരു പദവിയായി തന്നെ ചാർത്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പദം ഞാൻ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല. അതെന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ പി എന്ന അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ ഉണ്ട്. PV എന്നാണല്ലോ അദ്ദേഹത്തെ ചുരുക്കപ്പേരായി സഖാക്കൾ സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ഭയഭക്തി ബഹുമാനത്തോടുകൂടി അഭിസംബോധന ചെയ്യുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത്. PV, സഖാവ് PV എന്നാണല്ലോ, അല്ലെങ്കിൽ ക്യാപ്റ്റൻ PV. അതിലെ ആ പി എന്ന വാക്ക് ഒന്ന് മലയാളീകരിച്ചാൽ ആ പ്രേമചന്ദ്രനെ അദ്ദേഹം വിശേഷിപ്പിച്ച ഇപ്പോൾ അദ്ദേഹം പേറി നടക്കുന്ന ആ പദം കിട്ടും. അപ്പോൾ ഇതിലൊക്കെ അദ്ദേഹത്തിൻ്റെ പകയില്ലായ്മ, വിദ്വേഷമില്ലായ്മ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ്. അപ്പോൾ ആകെ മൊത്തമായി ഈ 3 കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തരത്തിലും തന്നിലില്ലാത്ത ഗുണങ്ങളെ ഉണ്ട് എന്ന് കാണിക്കുവാനുള്ള ഒരു പരസ്യ ചിത്രമായി ഈ ഇരുവരെന്നുള്ള അഭിമുഖം മാറുമെന്നുള്ള കാര്യത്തിൽ പിണറായി വിജയന് യാതൊരു സംശയവും ഉണ്ടായിരുന്നിരിക്കില്ല. കാരണം ആത്യന്തികമായി ആ അഭിമുഖത്തിൻ്റെ ഉദ്ദേശം തന്നെ അത് മാത്രമായിരുന്നു. അപ്പോൾ ഈ അഭിമുഖം നമ്മുടെ മുൻപിൽ വരുമ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു പ്രേക്ഷക വൃന്ദമുണ്ടല്ലോ, മലയാളി, വി ആർ മലയാളീസ് എന്ന് നമ്മൾ പറയുമല്ലോ, പ്രൗഡ് മലയാളീസ്, 100% ലിറ്ററസി സാർ എന്ന് പറയുമല്ലോ. ഈ പ്രേക്ഷക വൃന്ദത്തെ ഇവരൊക്കെ ഏത് തലത്തിലാണ് കാണുന്നത് എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ആലോചിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്കൊരു കൗതുകമെങ്കിലും തോന്നും അതിൽ. കാരണം ഇതിനൊക്കെ വെറും മണ്ടന്മാരാണ്. അവന്മാർ ഒരു ചോദ്യവും ചോദിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്താണോ അവരുടെ മുൻപിലേക്ക് വിളമ്പിക്കൊടുക്കുന്നത് അവർ യാതൊരു ചോദ്യവും കൂടാതെ, യാതൊരു സംശയവും കൂടാതെ അത് അമൃതം പോലെ എടുത്ത് ഭക്ഷിച്ചോളും. അതായത് ഡോണ്ട് ആസ്ക് ക്വസ്റ്റ്യൻസ്, ജസ്റ്റ് കൺസ്യൂം ദ പ്രോഡക്റ്റ് എന്ന് നമ്മൾ അവരോട് പറയുന്നു. അവർ ആ പ്രോഡക്റ്റ്, ദേ വിൽ കൺസ്യൂം ദാറ്റ് പ്രോഡക്റ്റ് വിത്തൗട്ട് ആസ്കിങ് എനി ക്വസ്റ്റ്യൻസ്. യാതൊരു ചോദ്യവും ചോദിക്കാതെ നമ്മൾ അവരുടെ മുൻപിലേക്ക് വെക്കുന്ന ഉൽപ്പന്നം, ഈ അഭിമുഖം ഒരു ഉൽപ്പന്നമാണല്ലോ, ആ ഉൽപ്പന്നം അവർ സ്വീകരിച്ച് ഉൾക്കൊണ്ടുകൊള്ളും എന്നുള്ളൊരു ധാരണ, അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം എന്ന് തന്നെ പറയാം, ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സാഹസത്തിന്, സാധാരണഗതിയിൽ സാഹസമാകേണ്ട ഒരു കൃത്യത്തിന് അവർ വളരെ സരളമായി തന്നെ മുതിർന്നതും ആ ഉദ്യമം നടപ്പാക്കിയതും. അതിൻ്റെ ഫലം സകാരാത്മകമാണോ നകാരാത്മകമാണോ എന്നുള്ളത് അതിൻ്റെ തീരുമാനം എൻ്റെയും നിങ്ങളുടെയും കയ്യിലാണ്. ഇന്ന് ചെയ്ത വീഡിയോകളിലെല്ലാം ഒരു കോമൺ തീം, ഒരു പൊതുവായിട്ടുള്ള ഒരു വിഷയം ഈ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിൻ്റെ ബലമോ ദൗർബല്യമോ ആണ്. കാരണം ബലം നമ്മുടെ കയ്യിലുണ്ട്, അത് ഉപയോഗിക്കാതെ അതിനെ ഒരു ദൗർബല്യമാക്കി മാറ്റി കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളമാക്കി അതിനെ ദുഷിപ്പിക്കുന്നത് ഞാനും നിങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സകാരാത്മകതയും നകാരാത്മകതയും, കാരണം അതിലൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. പിണറായി വിജയന് സകാരാത്മകമായിട്ടാണ് ഈ ഇരുവർ അഭിമുഖം ഭവിക്കുന്നതെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് നകാരാത്മകമായിട്ട് അത് തീരും. തിരിച്ചാണെങ്കിൽ പിണറായി വിജയന് നകാരാത്മകമായിട്ടാണ് തിരഞ്ഞെടുപ്പ് ഫലം വഴി ഈ ഇരുവറിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നതെങ്കിൽ കേരള സമൂഹത്തിന് സകാരാത്മകമായി അത് ഭവിക്കും. എന്ന് വെച്ചാൽ നാളെ VD സതീശൻ മുഖ്യമന്ത്രിയായി ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമ്പോൾ അമരസുവർണ ബംഗാൾ പോലെ അമരസുവർണ കേരളം പൂത്തൊലയുമെന്നല്ല ഞാൻ പറയുന്നത്. അവിടെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം ട്രെയിനിന് തലവെച്ച് ചാകണോ അതോ വിഷം കുടിച്ച് ചാകണോ എന്നുള്ള അവസ്ഥയിലാണ് മലയാളിയുടെ മുമ്പിലുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കുറേ കാലമായിട്ട്. LDF വേണോ അതോ UDF വേണോ? രണ്ടാണെങ്കിലും പ്രശ്നമാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ള ചോദ്യം കേരള സമൂഹത്തിൻ്റെ ഉള്ളിലുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം തിരഞ്ഞെടുപ്പിലൂടെ നൽകുവാനുള്ള ശക്തി നമ്മുടെ കയ്യിലുണ്ട്. ആ ശക്തിയെ നാം ദൗർബല്യമാക്കി മാറ്റുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.
എന്തായാലും കാത്തിരുന്ന് കാണാം. പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ എന്ത് ചെയ്യും? നമ്മുടെയൊക്കെ ചൂണ്ടവിരലുകൾ എങ്ങോട്ടേക്ക് പോകും? ചൂണ്ടവിരലുകൾ കൃത്യമായ ദിശയിലേക്ക് ചൂണ്ടുമോ അതോ നമ്മുടെ മൂക്കിലേക്ക് തന്നെ തിരികെ ചൂണ്ടുമോ എന്നുള്ളത്. ഇതെല്ലാം ചെയ്യുന്നത് ഞാനും നിങ്ങളുമൊക്കെ തന്നെയാണല്ലോ. എങ്ങനെ ചെയ്യുമെന്നുള്ളത് പ്രബുദ്ധതയുടെ ഏറ്റക്കുറച്ചിൽ പോലിരിക്കും. അപ്പോൾ അധികം പ്രബുദ്ധതയൊന്നുമില്ലാതെ ഒരു സാമാന്യ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സർവേശ്വരൻ ശക്തി നൽകട്ടെ. അല്ലെങ്കിൽ അതിനുള്ള ഒരു ബോധം, ഒരു തിരിച്ചറിവ് ഇവയൊക്കെ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.